മനോരമ ചാനൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഓൺലൈൻ ചാനലിൽ ഒരു സർവേ നടത്തി. ആ ഓൺലൈൻ ചാനൽ സർവേ ആദ്യം ഒരു ലിങ്ക് ഇട്ടു, സർവേ നടത്തി. ജനങ്ങളാകെ തന്നെ ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ച് 89% പേരാണ് കേരളത്തിലെ ബഡ്ജറ്റ് ഏറ്റവും മികച്ചത്, എക്സലന്റ് എന്ന കോളത്തിൽ പോൾ ചെയ്തത്. അതോടുകൂടി ലിങ്ക് കാണാതായി. ആ ലിങ്ക് മാറ്റി വീണ്ടും കുറെ കഴിഞ്ഞ് വീണ്ടും ഒരു ലിങ്ക് ഇട്ടു. അതിലേക്കും 80% എത്തി. ഇത് ഒരു കാരണവശാലും ഈ ബഡ്ജറ്റിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകത്തില്ല എന്ന് മനസ്സിലാക്കിയ മനോരമ അതും മുക്കി. എന്താണ് സാർ ബഡ്ജറ്റ്? 29-ാം തീയതി നമ്മളിവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 1-ാം തീയതി കേന്ദ്ര ബഡ്ജറ്റും വന്നു. കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ബഡ്ജറ്റ്, അവർക്ക് ആശ്വാസം നൽകുന്ന ബഡ്ജറ്റ്. സമസ്ത മേഖലയിലുള്ളവരെയും, അംഗനവാടിക്കാർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഇന്നലകളിൽ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു ബഡ്ജറ്റ്. മനോരമ ഓൺലൈൻ തന്നെയാണ് ഈ ബഡ്ജറ്റ് ഏറ്റവും മികച്ചതാണെന്നുള്ളതിന്റെ ഉത്തമമായ തെളിവ്. ഇതിനു ശേഷം നടന്നപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ആമയെ തന്നു, തേങ്ങ തന്നു, ബാക്കി ഒന്നുമില്ല. ആമ മുട്ടയും തന്നു. പരിപാലനം, അവിടെ എയിംസ് ഉണ്ടോ? ഇല്ല. എല്ലാം പോട്ടെ, ഞാൻ വിഴിഞ്ഞം പറയുന്നില്ല, എയിംസ് പറയുന്നില്ല, വയനാട് പറയുന്നില്ല, അതിവേഗ റെയിലും പറയുന്നില്ല. ആ ശബരിപാതയെങ്കിലും തരണ്ടേ? ആ ശബരിപാതയെങ്കിലും തരേണ്ടതല്ലേ? ആ ശബരിപാത പോലും തന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ അപമാനിച്ചു. അതും പോട്ടെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സമസ്ത മേഖലയിലുള്ളവരെയും ചേർത്ത് പിടിക്കുന്നു. ആരും ശ്രദ്ധിക്കാതെ ഇവിടത്തെ മനോരമ പത്രം ഉൾപ്പെടെയുള്ളവർക്കൊന്നും ഒരു വാർത്തയല്ലാത്ത, ഇവിടത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും വാർത്തയല്ലാതായി പോയ എന്നാ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, 1-ാം UPA ഗവൺമെന്റ് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ കൊട്ടിഘോഷിക്കുന്ന, എന്നാൽ ഇടതുപക്ഷത്തിന്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ തൊഴിലുറപ്പ് പദ്ധതിയെ അവർ ഞെക്കിക്കൊല്ലുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 88,000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വകയിരുത്തിയതെങ്കിൽ ഇത്തവണ അത് 30,000 മാറ്റി. 58,000 കോടി രൂപയാണ് ആ ഒരൊറ്റ ഇനത്തിൽ മാത്രം വെട്ടിക്കുറച്ചത്. അതിന് മുന്നോടിയായി തൊഴിലുറപ്പ് പദ്ധതിയെ 60-40 എന്ന കാറ്റഗറിയിൽ പെടുത്തി ഉത്തരവിറക്കി. ആ തൊഴിലുറപ്പ് പദ്ധതി അന്ത്യം കുറിക്കുന്നു എന്നുള്ളതാണ്. കോടിക്കണക്കിന് ജനങ്ങൾക്ക്, ഇന്ത്യയിലാകെ കോടിക്കണക്കിന്, കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കിയ ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. പിന്നെ ഇവിടെ നമുക്ക് മന്ത്രിമാരുണ്ട്. കേന്ദ്രമന്ത്രി ആയതെങ്ങനെ, അവിടെ ജയിച്ചതെങ്ങനെന്ന് തോറ്റ സ്ഥാനാർത്ഥി ഇപ്പോഴും പറഞ്ഞു, ഇനി ഞാൻ മത്സരിക്കാനില്ല, അകത്തു നിന്നുള്ള പണിയാണ് സഹിക്കാൻ വയ്യാത്തത് എന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ ജയിപ്പിച്ച് വിട്ടതാരാന്നറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, എയിംസ് വരും മറ്റേ മോനെ എന്നാണല്ലോ പറഞ്ഞ. ഇപ്പോ കേരളത്തിൽ ഉള്ളവർ ചോദിക്കുന്നു, എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് കേരളത്തിലുള്ളവർ ഇപ്പോ ചോദിക്കുന്നത്. ഇപ്പൊ മിണ്ടാട്ടമില്ല. ഇപ്പൊ കലങ്ങിലൊക്കെ പോയി ഇരിക്കുകയായിരുന്നു. ഇപ്പോ കലങ്ങുമില്ല, കേരളത്തിലും ഇല്ല, ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് മിണ്ടാട്ടവും ഇല്ല. ആ തരത്തിലേക്ക് അവർ പോയി. ഈ തരത്തിൽ ഈ കേരളത്തിലെ ബഡ്ജറ്റിൽ എന്താണ് കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ പ്രത്യേകത? മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. വിശദമായ കണക്കിലേക്ക് പോകുന്നില്ല. ഈ 5 വർഷം കൊണ്ട് മിനിമം 2.5 ലക്ഷം കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ കിടക്കേണ്ട 2.5 ലക്ഷം കോടി രൂപ വിവിധ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കി. ഈ വർഷം തന്നെ കടമെടുക്കുന്നതിന് അവർ അനുവദിച്ചതാണ് 6,000 കോടി രൂപ. ഈ ഫെബ്രുവരി മാർച്ച് മാസം വർഷാന്ത്യമാണല്ലോ, ആ മാസത്തെ നമുക്കുള്ള പരിധിയിൽ 6,000 കോടി രൂപ വീണ്ടും കുറച്ചു. പക്ഷേ ഈ തരത്തിലുള്ള വരിഞ്ഞു മുറുക്കലുകളെല്ലാം ഉള്ളപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ ശരാശരി 1,15,000 കോടി രൂപയായിരുന്നു നമ്മുടെ വാർഷിക ചെലവ് എക്സ്പെൻഡിച്ചർ എങ്കിൽ കഴിഞ്ഞ വർഷം അത് 1,75,000 കോടിയായി. ഈ വർഷം
അത് 1,95,000 കോടിയായി മാർച്ച് 31 മാറും. ഇവിടെ എവിടുന്ന് ഇതൊക്കെ ദിവാസ്വപ്നമാണ് എന്നാണല്ലോ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ 1,75,000. വരവ് കുറഞ്ഞു, ചെലവ് കൂടി. അപ്പൊ വരവ് കുറയുകയും ചെലവ് കൂടുകയും ചെയ്യുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? കേന്ദ്രം തരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ ചെലവ് വർദ്ധിച്ചു എന്ന് പറയുന്നു എന്ന് ചിലർ ചോദിക്കാം. അവിടെയാണ് കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിൽ കൂടി നമ്മളുടെ തനത് വരുമാനം നികുതി കൂട്ടാതെ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, 1 രൂപയുടെ നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയാണ് ഈ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തരത്തിൽ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ച് ലഭ്യമാകാനുള്ള തുക വിഭവ സമാഹരണത്തിൽ കൂടി അതിനെ ഊർജിതപ്പെടുത്തി പൈസ സ്വരൂപിച്ചാണ് കേന്ദ്രത്തിന്റെ ഈ അവഗണനയെ നമ്മൾ അതിജീവിച്ചത്, ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ ഒരു പ്രതിപക്ഷമുണ്ട്, എന്തിനേയും എതിർക്കുക. വിഴിഞ്ഞം പദ്ധതി വിമോചന സമരം നടത്തും എന്ന് പറഞ്ഞവരാണ്. ഗെയിൽ പൈപ്പ് ലൈൻ, നാഷണൽ ഹൈവേ, വയനാട് തുരങ്കപാത, എന്തിനേയും എതിർക്കുക, നുണകൾ പ്രചരിപ്പിക്കുക. നിലപാടുകളുടെ രാജകുമാരൻ, ചില ക്യാപ്ഷൻസ് നുണകളുടെ രാജകുമാരനാണ്. ഇവിടെ ഇപ്പൊ നമ്മളെ LOP പുതുതായിട്ട് ഇപ്പൊ കേൾക്കുകയാണല്ലോ അല്ലെ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അത് പോയി ഇപ്പോ LOP എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്ത OP ആയി മാറിയിരിക്കുന്നു. പറഞ്ഞത് മാറ്റി പറയുന്നതിനൊന്നും യാതൊരു ഉളുപ്പുമില്ല. നിമിഷ നേരം കൊണ്ടാണ് ഓന്തിന് പോലും ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ആദ്യം പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം കൊണ്ടുപോയത് ആരാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പത്രസമ്മേളനം കൂട്ടി നമ്മളെല്ലാവരും കണ്ടതാണ്, പറഞ്ഞതാണ്. പക്ഷെ കോടതി ചെന്നപ്പോ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച, കേരളത്തിലെ വിദ്യാർത്ഥികൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, ആ ശിവൻകുട്ടിയെ ആക്ഷേപിച്ച നമ്മൾ കേട്ടല്ലോ. ഇവനെ പോലുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഇവിടെ വന്ന് പറഞ്ഞ എന്താ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ശിവൻകുട്ടിയോടുള്ള ഇത്ര ദേഷ്യം? എന്താണ് ആ ശിവൻകുട്ടിയോടുള്ള ദേഷ്യം എന്തെന്ന് ചോദിച്ചാൽ, അവർ തുറന്ന BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവാണ് സഖാവ് ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയെ കണ്ടുകൂടാത്തത് ഇവിടെ. അപ്പോ മതേതര ജനാധിപത്യവാദിയാണ്. മത നേതാക്കന്മാരുടെ തിണ്ണ ഞാൻ നിരങ്ങിയിട്ടേ ഇല്ല. മിനിറ്റുകൾക്കുള്ളിൽ സുകുമാരൻ നായർ പറഞ്ഞു 1.5 മണിക്കൂറായി എന്റെ തിണ്ണി നിരങ്ങിയതെന്ന്. പക്ഷേ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന അദ്ദേഹത്തിന് അതിന് മിണ്ടാട്ടമേ ഇല്ലായിരുന്നു. മെത്രാന്മാരുടെ സിനഡ് യോഗത്തിൽ പങ്കെടുക്കാൻ പോയി, ഔദ്യോഗിക വാഹനം ഒഴിവാക്കി, പൈലറ്റ് ഒഴിവാക്കി പോയി. ചോദിച്ചപ്പോ പങ്കെടുത്ത്. എന്തിനാ പോകുന്ന? മതനേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകത്തില്ലല്ലോ, പിന്നെന്തിനാ പോയത്? അവിടെ പറഞ്ഞത് പിന്നെ പോയതിന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയെന്ന് വെച്ചാൽ ടയർ പഞ്ചറായി പോയെന്ന്. അതെ, നിങ്ങളുടെ വാഹനത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ടയർ പഞ്ചറായി കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. എന്താണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത്? മോഹസിൻ സൂചിപ്പിച്ചു പുതിയൊരു മെത്തേഡ്. ഇവിടെ കേരളത്തിന്റെ വികസനം ചർച്ചയില്ല, ക്ഷേമ പ്രവർത്തനം ചർച്ചയില്ല. ഇവിടെ ചർച്ച വിശ്വാസം, ജാതി, മതം. ആ തരത്തിൽ കനകേലുമാർ ഇവിടെ ഒരു പാർട്ടിയുടെ യോഗത്തിൽ അവരുടെ ക്യാമ്പിൽ നമ്മളെങ്ങാനും സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടോ? കനകേലുമാർ അവരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. പുള്ളിയാണ് അഡ്രസ് ചെയ്യുന്നത്, പുള്ളിയാണ് എന്തെല്ലാം വേണമെന്ന് പറയുന്നത്, ഉപദേശിക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിൽ കാണിക്കുന്ന വർഗീയതയ്ക്ക് വളം വെക്കുന്ന തരത്തിൽ ജനങ്ങളെ ജാതീയമായും വിശ്വാസപരമായും ഭിന്നിപ്പിച്ച് വർഗീയത വളർത്തി ഇവിടെ വെടക്കാക്കി തരിക്കാക്കാൻ പരിശ്രമിക്കുന്ന ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹത്തിന്റെ മതമാണ് ഇസ്ലാം, സഹിഷ്ണുതയുടെ മതമാണ് ഇസ്ലാം. ആ സ്നേഹത്തിന്റെ മതമായ, സഹിഷ്ണുതയുടെ മതമായ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ലീഗുകാര് നിങ്ങളോട് പടച്ചോം പൊറുക്കില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളൂ. ഇവിടെ തീർച്ചയായും ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ. LOPയെ കുറിച്ച് എന്താണ് അദ്ദേഹം ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത്? ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത് വായിൽ തോന്നിയതെന്നാണ്. വായിൽ തോന്നിയത് പറയുന്നയാളാണ് ചീഫ് ജസ്റ്റിസ്. ഇവിടത്തെ മാപ്രകൾക്കൊന്നും അതൊരു വാർത്തയേ അല്ല, അതൊരു ചർച്ചയേ അല്ല. ഈ തരത്തിലാണ് സാർ ഇത് പറയുമ്പോ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയെല്ലാം എന്തിനും ഏതിനും നുണകൾ പ്രചരിപ്പിക്കുക,
ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലിക്കുന്ന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ, സാമ്പത്തികമായി കേന്ദ്രം നമ്മളെ ഞെരുക്കുമ്പോ, ഈ തരത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്, അവിടെ കേന്ദ്രത്തിന്റെ സാമ്പത്തികമായ ഞെരുക്കം, ആ തരത്തിൽ വരിഞ്ഞു മുറുക്കാനുള്ള പരിശ്രമം, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ സമസ്ത മേഖലയെയും നയിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിൽ കൂടി. ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ തന്നെ, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് എന്റെ മണ്ഡലത്തില് ഞാൻ പറയുന്നു, എന്നെയും ചേർത്ത് പിടിച്ച ഗവൺമെന്റാണ്, എന്നെയും ചേർത്ത് പിടിച്ച ധനകാര്യമന്ത്രി തന്നെയാണ്. എന്റെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അതിനെല്ലാം അനുമതി നൽകിയ മന്ത്രിയാണ്, ഗവൺമെന്റാണ്. തീർച്ചയായും എനിക്ക് 6 ആരോപിക്കാണ് അനുവാദം ലഭിച്ചിട്ടുള്ളത്. അതിന്റെ 1ന്റെ പണി ഈ മാസം പൂർത്തിയാക്കി, ഇരവിപുരം ആരോപിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ എന്താണ് 6 ആരോപിക്ക്. അതുപോലെ തന്നെ നിരവധി പാലങ്ങൾ, കൊണ്ടേത്ത് പാലം, കച്ചിക്കടവ് പാലം. കൊണ്ടേത്ത് പാലം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. കച്ചിക്കടവ് പാലം ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് എത്തി, പൈസ അനുവദിച്ചു കഴിഞ്ഞു, പൈസ ഘട്ടിൽ വരികയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ SNUP ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം വാങ്ങിയത് എന്റെ മണ്ഡലത്തിൽ തന്നെയാണ്. 30 കോടിയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് SN ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം വാങ്ങിയെടുത്തത്. അതുപോലെ ഇൻഡോർ സ്റ്റേഡിയം, 44 കോടി രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയം അതിന്റെ ഉദ്ഘാടന വേദിയിലാണ്. വി പാർക്ക്, മാനവീയം പദ്ധതി തുടങ്ങി എല്ലാ റോഡുകൾക്കും, ഞാൻ പറഞ്ഞ മുഴുവൻ PWD റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയായി. ഒരു റോഡ് ഒഴികെ പറയുമ്പോൾ ഉള്ളത് പറഞ്ഞു, അത് ഈ മാസം പൂർത്തിയാക്കും. ഈഴവപ്പാലം റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട്, അത് ഈ മാസം പൂർത്തിയാക്കുകയും ചെയ്യും. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. മയ്യനാട് ITIക്ക് ധനകാര്യമന്ത്രിയോട്, മയ്യനാട് ITIക്ക് സ്ഥലം വാങ്ങിക്കാൻ 2 കോടി രൂപ ടോക്കണായി വെച്ചിട്ടുണ്ട്, അത് പ്രത്യേകമായി അനുവദിക്കണം. അതുപോലെ തന്നെ ഇരവിപുരം പാലം കൂടെ, ആ ഇരവിപുരം പാലത്തിന് അതിന്റെ ഒരു ഫയല് മന്ത്രിയുടെ കൈവശം എത്തിയിട്ടുണ്ട്. അത് 8 കോടി രൂപ മാത്രമേ ഉള്ളൂ. അതുകൂടി അനുവദിച്ച് നൽകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ നാട്, പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ സ്കൂളുള്ള, അവരെ ചികിത്സിക്കാൻ ആശുപത്രിയുള്ള, അവർക്ക് കഴിക്കാൻ റേഷനുള്ള, അവർക്ക് ചികിത്സിക്കാൻ ആശുപത്രികളുള്ള, മനസമാധാനത്തോടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, ഇഷ്ടമുള്ള പാട്ട് കേട്ട്, ഇഷ്ടമുള്ള സിനിമ കണ്ട് മനസമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നാടാക്കി ഇതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആക്കം കൂട്ടുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ ബഡ്ജറ്റിനെ പിന്തുണച്ചുകൊണ്ട്, എല്ലാവിധ ആത്മാർത്ഥമായ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.